ഈ കേസിൽ വിക്ടിമാണ് വെറും ഒരു 10 വയസ്സുകാരി പെൺകുട്ടിയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് അന്വേഷണത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അന്നത്തെ പ്രോസിക്യൂഷൻ കൃത്യമായ രീതിയിൽ ഈ ഒരു കേസിൽ ഇടപെടുകയും നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തുകയും പോക്സോ ആക്ട് പ്രകാരമുള്ള അന്തിമ റിപ്പോർട്ട് കോടതിയിൽ വരികയും അതിന് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ട് ആ കുഞ്ഞിന് സഹിച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ നീതിയാണ് ഇത് എന്നാണ് ഈ ഒരു ജഡ്ജ്മെന്റിനെ പറ്റി പറയാനുള്ളത്. 376 6 റെഡ് വിത്ത് 5 FLM എന്നീ സെക്ഷൻ പ്രകാരമാണ് വിധി കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടുള്ളത്. അതായത് കുട്ടിയുടെ സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുന്നതിൻ്റെ പെനട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് എന്നാണ് അതിന് നമ്മുടെ ഒരു പെനട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് തെളിഞ്ഞിട്ടുള്ളത്. കൂടാതെ ആ കുറ്റം ചെയ്ത ആൾ കുട്ടിയെ വിശ്വസിച്ച് കുട്ടി ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിച്ച അധ്യാപകനാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ആ റിലേഷൻഷിപ്പാണ് ആ കുഞ്ഞും ഇതിലെ പ്രതിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ മിസ്യൂസ് ചെയ്തതാണ് ഈ കേസ്. അതുകൊണ്ട് തന്നെ ആ ഒരു സെക്ഷനും കൃത്യമായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ കുഞ്ഞ് 12 ഇയേഴ്സ് ഓഫ് 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞാണ്. അതാണ് FLM എന്നീ സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാക്സിമം അതിൻ്റെ മാക്സിമം ശിക്ഷ ലഭിക്കാനുള്ള ഹിയറിങ്ങിനാണ് വെച്ചിട്ടുള്ളത്. അത് മാക്സിമം ശിക്ഷ ലഭിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ കോടതിയെ ബോധ്യപ്പെടുത്തുന്നതാണ്. FIR പോക്സോ ആക്ട് പ്രകാരം FIR ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അന്വേഷണ മധ്യേ ഒരു ഇടക്കാല അന്തിമ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിലാണ് കുഞ്ഞിന് ഒരു മെഡിക്കൽ എവിഡൻസ് നിലനിൽക്കെ അതിലൊരു JJ ആക്ട് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറ്റപത്രം വരുന്നത്. അതാണ് ഏറ്റവും അനീതിയായിട്ട് കുഞ്ഞിന് ഉണ്ടായിട്ടുള്ള ഒരു കാര്യം. പ്രോസിക്യൂഷൻ്റെ ആവശ്യം ഇതിൽ സെക്ഷൻ FLM എന്ന് പറയുന്ന സബ്സെക്ഷൻ പ്രകാരമുള്ള മാക്സിമം പനിഷ്മെൻറ്റ് പ്രതിക്ക് കിട്ടണം എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം. അതെ, ആ ഒരു ചോദ്യത്തിൻ്റെ മറുപടി നമുക്ക് ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷം അതിൽ മാഡം അതിനെ എങ്ങനെയാണ് കണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് അതിൽ ഇപ്പോൾ ചോദിച്ചൊരു ചോദ്യം, ഇതിൽ ഇടക്കാലത്ത് പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച ഞാൻ ഇവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ ഈ കേസ് വീക്ഷിച്ചതുകൊണ്ട് പറയുകയാണ്. ഇടക്കാലത്ത് ഈ കേസിലുണ്ടായ ദുരന്തം കുട്ടിയെ മൃഗീയമായ രീതിയിൽ തന്നെ മാനഭംഗപ്പെടുത്താനും അതുപോലെ തന്നെ അന്തർപ്രവേശിതമായിട്ടുള്ള സെക്സ്വൽ ഇൻ്റർകോഴ്സ് നടത്താനും ശ്രമിച്ചു എന്നായിരുന്നു കുട്ടിയുടെ ബന്ധുക്കളടക്കമുള്ള ആരോപണം. അങ്ങനെയാണ് FIR ഇട്ടതെങ്കിൽ പിന്നീട് അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചിലർ അവരുടെ വെറും കുട്ടികളെ ബാലപീഡനം മാത്രം ആക്കിക്കൊണ്ടാണ് കുറ്റപത്രം കൊടുത്തത്. അതിനെതിരെ അന്നത്തെ പ്രോസിക്യൂഷൻ ഹെഡായിട്ടുള്ള നമ്മളെ BP ശശീന്ദ്രൻ വക്കീലടക്കം കോടതിയിൽ പരാതി കൊടുക്കുകയും കുട്ടിയുടെ ഉമ്മ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഇതിൽ തന്നെ രാഷ്ട്രീയ അന്തർനാടകം എന്നൊക്കെ പല പരാതികളും പല കോണുകളിൽ നിന്നും വന്നു. പക്ഷേ പിന്നീട് വന്ന പല ഉദ്യോഗസ്ഥന്മാരും നിഴലിൽ അവരെപ്പറ്റി ചില അവമതിപ്പുകൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് കുറ്റപത്രവും അതുപോലെ തന്നെ അന്വേഷണം നടന്നു നീങ്ങിയത് എന്ന് ഈ കുട്ടിയുടെ ബന്ധുക്കൾക്ക് ആരോപണം വരുന്നു. പക്ഷേ അവസാനം നടത്തിയ TK രത്നകുമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ കേസിൽ സത്യസന്ധമായ അന്വേഷണം നടത്തിയിട്ടുള്ളത്. അതിന് എനിക്ക് തോന്നുന്നത് ആ കുറ്റപത്രം കൊടുത്ത രത്നകുമാറിനും ടീമിനും പ്രോസിക്യൂഷന് പ്രത്യേകം അഭിനന്ദനം രേഖപ്പെടുത്താൻ വേണ്ടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതങ്ങനെ അത് മാധ്യമങ്ങളിലൊക്കെ കണ്ടുവെങ്കിലും അത് കോടതിയിൽ അതൊരു ചർച്ചാ വിഷയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഞങ്ങൾ പ്രോസിക്യൂഷൻ എന്ന രീതിയിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അല്ല, അത് അദ്ദേഹത്തോട് ചോദിക്കുന്നതായിരിക്കും. ഇപ്പോൾ വിധി വന്ന നിലക്ക് അദ്ദേഹത്തോട് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി എന്നാണ്. അതിൻ്റെ ഒതൻറ്റിസിറ്റിയെ സംബന്ധിച്ചൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഏതായാലും പ്രോസിക്യൂഷൻ അത് വാദം ഇപ്പോൾ പ്രോസിക്യൂട്ടർ ഹാജരായ ബാസുരി വക്കീൽ ഇപ്പോൾ സൂചിപ്പിക്കും. നാളെയാണ് ഇതിൻ്റെ മുകളിലുള്ള വാദം, ഹിയറിംഗ് ഓൺ സെൻറ്റൻസിൻ്റെ മുകളിലുള്ള വാദം നടക്കും. അത് മാക്സിമം പണിഷ്മെൻറ്റ് കിട്ടാൻ വേണ്ടി തന്നെയായിരിക്കും പ്രോസിക്യൂട്ടർ കോടതിയിൽ അതിൻ്റെ നിലപാടെടുക്കുക. അതിൽ യാതൊരു തർക്കവും സംശയവുമില്ല.